രാവിലെ നമ്മുടെ കോഴികളെ എല്ലാം തുറന്നു വിടാം. നിങ്ങൾ കണ്ടോണേ, അവരെല്ലാം കൂടി ഇപ്പോൾ തീറ്റ തിന്നാൻ വേണ്ടി ഇങ്ങനെ ചാടി ഇറങ്ങി ഓടുന്ന കാണാം. ഞാൻ കാണിച്ചു തരാം. ഒരു ഡോർ ഇത് തുറക്കുകയാണേ. ഒരു 3-4 ഇടത്തായിട്ടാണ് നമ്മൾ തീറ്റയിട്ട് കൊടുത്തേക്കുന്നത്. ഇതവർക്ക് കുടിക്കാനുള്ള വെള്ളമോ. ഇതിപ്പം നെല്ലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കാണാൻ ഒക്കുമായിരിക്കും, കണ്ടോ. ഇനി ഇവർ ഈ തീറ്റയൊക്കെ തിന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടക്കും. ഇവിടെ തന്നെ ഈ റബ്ബർ തോട്ടത്തിൽ തന്നെ മറ്റുള്ള തീറ്റകളൊക്കെ തിന്ന് നടക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ വേറെ ഒരു ഫുഡ് കൊടുക്കും. പിന്നെ വൈകുന്നേരം ഇഷ്ടംമാതിരി വെള്ളം കുടിക്കും ഇവർ. അപ്പം അത്യാവശ്യം എല്ലാവരും തിന്നു കഴിഞ്ഞു. നിറഞ്ഞവർ വന്ന് വെള്ളമൊക്കെ കുടിച്ച് അവരുടെ അടുത്ത പരിപാടികൾക്കായിട്ട് നീങ്ങുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഈ റബ്ബർ തോട്ടത്തിൽ ഇവരിങ്ങനെ നടന്ന് അവരുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചതഞ്ഞൊക്കെ തിന്നോളും. കോഴികളെ ആവശ്യമുള്ളവർ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇവരിപ്പം നല്ല ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമായി. ഇവിടെ ഈ പുല്ലും കാര്യങ്ങളും എല്ലാം അത് തിന്ന് നടന്നോളും. പിന്നെ നമുക്ക് വേറെ പുൽകൃഷിയുണ്ട്, അതും അന്നേരം ഇടയ്ക്ക് അരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ പച്ചക്കറികൾ കൊടുക്കും. കുറച്ചേറെ ഉണ്ടായിരുന്നു. ഇപ്പം ഈസ്റ്റർ സമയത്ത് കുറേയൊക്കെ പോയി. ഇനിയുണ്ട് നമ്മുടെ കയ്യിൽ കുറേ കൊടുക്കാനുണ്ട്. ഇത് ഇറച്ചിക്ക് അനുയോജ്യമായ നല്ല കോഴികളാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2.25 കിലോ തൊട്ട് 3.25 കിലോ വരെയുള്ള കോഴികളുണ്ട്. ഇതിപ്പോൾ നല്ല പരുവം ഇതിനെ കഴിക്കാനും. ഇവരിനിയും ഇവിടൊക്കെ ഇങ്ങനെ നടന്നോളൂ. ഇനി ഉച്ചയ്ക്ക് നമ്മൾ അടുത്തൊരു തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമേ ഉള്ളൂ. നമ്മളിവരെ ഫെൻസിങ്ങിനകത്ത് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഇവരെ മറ്റ് ജീവികൾ ആക്രമിക്കുമെന്നോ അങ്ങനൊന്നും വലിയ പേടിക്കണ്ട. ഇവരിങ്ങനെ അഴിഞ്ഞു നടക്കുന്നതുകൊണ്ടുള്ള വേറൊരു ഗുണം, ഇവർ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. അതിൽ ഇവർ തന്നെ ഇവരുടെ തീറ്റയൊക്കെ കണ്ടെത്തി തിന്നോളും. അപ്പോൾ വൈകുന്നേരത്തെ തീറ്റ തിന്നുവാണേ. ഈ തീറ്റയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടടയ്ക്കും. പിന്നെ അടുത്ത ദിവസം രാവിലത്തെ തീറ്റയേ ഉള്ളൂ. അതുവരെ ഇവർക്കിനി റെസ്റ്റാണ്. മറ 24 hours നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിരിക്കും. തീറ്റ ഇപ്പം കുറച്ച് നേരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം ഇതിനെപ്പോഴും വേണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വേണ്ടവർ എത്രയും വേഗം ആ നമ്പറിൽ ബന്ധപ്പെടുക.